എല്ലാവർക്കും നമസ്കാരം. ഡ്രീം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എറണാകുളം കാക്കനാട് ടൗണിൽ നിന്നും ഒരു 3.5 കിലോമീറ്റർ ദൂരത്തിൽ കാക്കനാട് പള്ളിക്കര റോഡിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന 10 സെൻറ്റിനകത്ത് വരുന്ന ഒരു 4000 സ്ക്വയർ ഫീറ്റ് ഒരു 4 ബെഡ്റൂം വീടാണ്. ട്രഡീഷണൽ സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ആദ്യമേ പുറത്തെ ഭാഗങ്ങൾ വീടിൻ്റെ ഒന്ന് കാണാം. നമുക്ക് പത്ത് സെൻറ്റിന് ഉള്ളതിനാൽ ഒരു ചെറിയൊരു ഗാർഡനും വീടിനോട് അനുവദിച്ച് നൽകിയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ കിണറാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ആ ഗാർഡനോട് ചേർന്ന് തന്നെയാണ് കിണറുമുള്ളത്. പോർച്ചിൻ്റെ വശങ്ങളിലേക്ക് വരുമ്പോൾ ഈസി ആയിട്ട് ഒരു 2 വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. വീടിൻ്റെ വശങ്ങളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നടക്കാനുള്ള സൗകര്യങ്ങളും നൽകിയിരിക്കുന്നു. അത്യാവശ്യം നല്ല വലിപ്പമേറിയ ഒരു ഗാർഡൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിപ്പോൾ മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാണ്ട് ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്. എപ്പോഴും വെള്ളമുള്ള സ്ഥലമാണിത്. ഒരു സൈഡിലേക്ക് പാടമാണ് ഇതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വരുന്നതില്ലേ. വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല ഇത്. ഈ സൈഡിലേക്കും വരുമ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡും എല്ലാ സൈഡിലും നമുക്ക് നടന്നു പോകാനുള്ള സൗകര്യങ്ങളും നൽകിയിരിക്കുന്നുണ്ട്. നല്ല വലിപ്പമേറിയ പോർച്ച് തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നമുക്ക് വീടിനകത്തൊന്ന് കണ്ടുവരാം. ഇതിനുപയോഗിച്ചിരിക്കുന്ന മരങ്ങളെല്ലാം തേക്കിൽ തന്നെയാണ്. ഇതിൻ്റെ ഡോറായാലും ജനാലകളായാലും അത്യാവശ്യം എല്ലാം തേക്കിൽ തന്നെയാണ് ഇതിൻ്റെ മരങ്ങളെല്ലാം തീർത്തിരിക്കുന്നത്. 2 സൈഡിന് നല്ല വലിപ്പമേറിയ 2 വലിയ ജനാലകളാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ താഴത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫ്ലോറിങ് എല്ലാം ചെയ്തിരിക്കുന്ന തേക്കിൽ തന്നെയാണ്. തേക്കിൻ്റെ ഫ്ലോറിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം അല്പമേറിയ ബാത്റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ബാത്റൂമിനോട് അനുബന്ധിച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കബോർഡിനുള്ള സ്ഥാനവും നൽകിയിരിക്കുന്നു. നല്ല വലിപ്പമേറിയ ഒരു ഡൈനിങ് ഏരിയയാണ് നൽകിയിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഒരു ചെറിയൊരു കോർട്ട്യാർഡ് ഒരു ഗാർഡൻ സ്പേസ് എന്നും പറയാം എന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെറിയൊരു ബാൽക്കണി തുറന്ന നേരെ ഗാർഡൻ ഏരിയയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണിത്. താഴത്തെ 2ാമത്തെ ബെഡ്റൂമാണ്. അതിൻ്റെയും ഫ്ലോറിങ് മരത്തിൻ്റെ തന്നെയാണ്. എല്ലാ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സും എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
ബാത്റൂമിൻ്റെ ഡോറ് വരെ തേക്കിനാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് ഇത് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്കൊരു ചെറിയൊരു സ്പേസ് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ചെറിയൊരു ഗാർഡനും ഡയറക്റ്റ് മഴവെള്ളം വീഴാനുള്ള സൗകര്യങ്ങളും നൽകിയിരിക്കുന്നു. നമ്മളിപ്പോൾ കിച്ചൻ്റെ ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. കിച്ചണിൽ കബോർഡൊന്നും ചെയ്തിട്ടില്ല. വാങ്ങുന്ന കസ്റ്റമേഴ്സിൻ്റെ സൗകര്യത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കബോർഡ്സ് ഒന്നും ചെയ്യാത്തത്. കിച്ചൻ്റെ ഡോറ് തുറന്ന് ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ നമ്മൾ പുറത്ത് കണ്ട ആ സ്പേസിലേക്കാണ് നമ്മൾ വീണ്ടും ഇറങ്ങുന്നത്. പുറത്തെല്ലാം സൈഡിലെല്ലാം ചുറ്റുവട്ടത്തെല്ലാം വീടുകളാണ്. ഇനി നമുക്ക് താഴത്ത് എല്ലാം കണ്ട് മുകളിലത്തെ ഭാഗത്തേക്കൊന്ന് പോകാം. അതിൻ്റെ സ്റ്റെയറും എല്ലാം നൽകിയിരിക്കുന്നത് മരത്തിൽ തന്നെയാണ്, തേക്കിൽ തന്നെയാണ്. മുകളിലേക്ക് വരുമ്പോൾ ഫുൾ ഫ്ലോറിങ് മരത്തിൻ്റെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. താഴെ കണ്ട അതേ സെയിം ബെഡ്റൂം തന്നെയാണ്, അത്യാവശ്യം വലിപ്പമേറിയ ബെഡ്റൂം തന്നെയാണ്. അതിനും കാറ്റും വെളിച്ചവും കയറാവുന്ന രീതിയിൽ ജനാല നൽകിയിരിക്കുന്നു. എല്ലാ ബാത്റൂമും വലിപ്പമേറിയ ബാത്റൂമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു കബോർഡിൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നു. ഈ ജനാലയോട് അനുവദിച്ചൊരു ചെറിയൊരു ചാരുപടിയും കൊടുത്തിരിക്കുന്നു. ഇതൊരു ചെറിയ ഒരു ബെഡ്റൂമാണ്. ഒരു ചെറിയൊരു ഓഫീസ് റൂമെന്നോ അല്ലെങ്കിൽ ലൈബ്രറി പോലെ നമുക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. വലിയ ബെഡ്റൂം അപ്പുറത്താണ്. വൈകിട്ട് സമയങ്ങളിലെല്ലാം ഇവിടെ വരുന്ന നല്ല കാറ്റാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. എന്നാൽ ഒത്തിരി ലൈറ്റുകളോ ഒന്നും കൊടുത്ത് ഓവറാക്കിയിട്ടില്ല. എല്ലാം ഒരു നല്ല സ്റ്റാൻഡേർഡായ രീതിക്ക് തന്നെയാണ് ഇതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമും ചെറിയൊരു സ്റ്റഡി റൂമുമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. നമ്മുടെ കാക്കനാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ താഴെയാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നമ്മൾ ഇപ്പോൾ ഈ ഡോറ് തുറന്ന് ഇറങ്ങുമ്പോൾ വലിയൊരു വിശാലമായ ഒരു ബാൽക്കണിയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്.
നേരെ ഓപ്പോസിറ്റ് നല്ലൊരു പാടമാണ് വ്യൂ ചെയ്ത് നിൽക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് വേറെ തടസ്സങ്ങളൊന്നും വരുന്നില്ല. നല്ല കാറ്റും വെളിച്ചവും കയറുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ 10 സെൻറ്റും 4000 സ്ക്വയർ ഫീറ്റ് വീടും നമ്മൾ മുഴുവനായി കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് വില ചോദിക്കുന്ന 3 കോടി രൂപയാണെങ്കിലും തീർച്ചയായിട്ടും അത് നെഗോസിയേഷൻ ചെയ്യുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് അറിയാനായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.